പ്രത്യേകമായതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക സ്കീമുണ്ട്. ആ സ്കീം വഴി നിങ്ങൾക്ക് വലിയ ഇസ്ലാമിക ദാവത്തിൻ്റെ രംഗത്ത് വലിയ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നാം വിചാരിക്കുന്നത്. അഥവാ നമ്മൾ 500 രൂപ നൽകിയാൽ, 500 രൂപക്ക് തത്തുല്യമായ സൗദി റിയാൽ ഇവിടെ നൽകിയാൽ, നിങ്ങൾ നൽകുന്ന ഒരു അഡ്രസ്സിൽ 5 വർഷത്തേക്ക് കൃത്യമായി സ്നേഹസംവാദം മാസിക ലഭിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ നൽകുന്ന ഒരു അഡ്രസ്സിൽ ഈ 500 രൂപക്ക് ഉള്ള ഖുർആനിൻ്റെ മലയാള പരിഭാഷ ആ അഡ്രസ്സിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അഥവാ ഏകദേശം 1100 രൂപ വരുന്ന ഒരു പദ്ധതി കേവലം 500 രൂപക്ക് നമുക്ക് ലഭിക്കുന്ന സ്നേഹസംവാദത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള ചില ആളുകളുടെ സഹകരണം വഴിയാണ്. നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ സഹകരിക്കുക വഴി നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾക്ക് എല്ലാം തന്നെ ഇസ്ലാമിക സന്ദേശം എത്തിക്കുന്നതിന് നിങ്ങൾക്ക് നിമിത്തമാകാൻ കഴിയും. അതോടൊപ്പം തന്നെ 5 വർഷം ഈ മാസിക നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലാസത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും മുടങ്ങാതെ. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ഒരു വിലാസത്തിൽ പരിശുദ്ധ ഖുർആന്റെ 500 രൂപ വിലയിലുള്ള ഒരു കോപ്പി ലഭിക്കുകയും ചെയ്യും, ഖുർആന്റെ മലയാള പരിഭാഷയുടെ. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സഹകരിക്കുന്ന ആളുകൾക്ക് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മളിവിടെ കൂടിയിരുന്നത് പോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്ത് കൂടിയിരിക്കുവാനും അവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആളുകളോടൊപ്പം സന്തോഷം പങ്കുവെക്കുവാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. തൊട്ടടുത്ത് തന്നെ സമ്മാനദാനം നടക്കുന്നതാണ്. ഇവിടെ നടന്ന മത്സരങ്ങളിൽ പുരുഷ വിഭാഗത്തിൻ്റെയും സ്ത്രീകളുടെയും സമ്മാനദാനം, അതേപോലെ ഖുർആൻ ഹിഫ്ള് മത്സരത്തിൻ്റെയും പ്രസംഗ മത്സരത്തിൻ്റെയും സമ്മാനദാനം നടക്കുന്നതാണ്. അത് നിർവഹിക്കുന്നത് ഈ മെയിൻ ജാലിയാത്തിൻ്റെ മുദീർ ഷെയ്ഖ് സാലിഹ് യൂസുഫ് സഹറാനി അവറുകളാണ്. അദ്ദേഹം സമ്മാനദാനം നിർവഹിക്കുന്നതിന് മുമ്പായി ഒരു 5 മിനിറ്റ് നേരം നമ്മളുമായിട്ട് സംസാരിക്കുന്നതാണ്. അതിനുശേഷം അദ്ദേഹം സമ്മാനം വിതരണം ചെയ്യും. അതിൻ്റെ ശേഷം പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മറുപടി തുടരാം. نرجو من فضيلة الشيخ صالح يوسف الزهراني بعد الكلمة فليتفضل. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على أشرف الأنبياء والمرسلين، إمامنا ونبينا وحبيبنا وقدوتنا وشفيعنا محمد بن عبد الله صلى الله عليه وعلى آله وأصحابه ومن سار على هديه واستنى بسنته إلى يوم الدين. وبعد، أيها الإخوة في الله، فإنني أشكر الله عز وجل أولا وآخرا وظاهرا وباطنا على ما من به علينا وعليكم من هذا اللقاء المبارك في هذا اليوم المبارك في هذه البقعة المباركة. وإنها لفرصة ثمينة أن نلتقي جميعا في مهبط الوحي ومنبع الرسالة، فجزاكم الله خيرا على حضوركم في هذا اليوم وعلى استماعكم. كما أشكر للإخوة المشايخ الذين شاركوا في هذا اللقاء وساهموا بكلماتهم وساهموا بدعوتهم إلى الله عز وجل، وأنتم لا شك على أنكم خير من يستمع، وهم إن شاء الله خير من يلقي إليكم بالنصائح والتوجيهات. فلله الحمد على هذا اللقاء الذي تم في هذا المكتب التعاوني للدعوة والإرشاد وتوعية الجاليات فرع المدينة الصناعية. أسأل الله عز وجل أن يجعل الأعمال خالصة لوجهه الكريم. وإنني بعد شكر الله عز وجل أشكر لحكومة خادم الحرمين الشريفين الملك عبد الله بن عبد العزيز. أسأل الله تعالى له التوفيق والسداد، وأسأل الله المغفرة والرحمة لخادم الحرمين الشريفين الملك فهد بن عبد العزيز رحمه الله تعالى على ما كان يولي من عناية وتوجيه لهذه الجاليات، حيث افتتحت المكاتب التعاونية في هذه المملكة. والآن يوجد بالمملكة أكثر من 150 مكتب
للدعوة والإرشاد وتوعية الجاليات. تقوم هذه المكاتب بتوجيه هذه الجاليات وتبصيرها بأمور دينها ومخاطبتها بلسانها من إخوة فضلاء من الدعاة إلى الله عز وجل الذين درسوا العلم وتعلموا في الجامعات وتلقوا هذا العلم وأصبحوا أنهم بحاجة إلى تزكيته، فهم يقومون بتوجيه جميع الجاليات التي قدمت إلى هذه البلاد، لأن الهدف لا شك على أن الجالية حينما تأتي إلى هذه المملكة فإن كانت تأتي للعمل ولكن أنها تأتي لتأخذ هذا الدين من هذه البقعة ومن هذا البلد الذي شع منه نور الإسلام والذي أرسل منه خير الأنام محمد بن عبد الله صلى الله عليه وسلم. فهكذا أيها الإخوة نحن بحاجة إلى من يبصرنا بأمور ديننا، وبحاجة إلى من يقودنا إلى شاطئ النجاة مع كثرة الفتن وكثرة دعاة الشر والعياذ بالله. فلا بد أن نتبصر لأمور ديننا، ولا بد أن نعي ما يحاك لنا في ديننا، فنحن بحاجة إلى هذه النصائح وهذه التوجيهات. أسأل الله عز وجل أن يجعلنا وإياكم ممن يستمع القول فيتبع أحسنه، وآخر دعوانا أن الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وآله وصحبه وسلم. جزاكم الله خيرا. قبل الله وجعله في ميزان حسنات. ബഹുമാനികളെ, നമ്മൾ സംസാരിച്ചതിൻ്റെ ചുരുക്കം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. നാം ഇന്നിവിടെ രാവിലെ മുതൽക്ക് ഇതുവരെ ഒരുമിച്ച് കൂടിയ ഈ ഒത്തുചേരൽ ഏറ്റവും ഹൈറായ ഒരു ഒത്തുചേരലാണ്. ഒരേ പ്രദേശത്ത് നാം പല ഭാഗത്തുള്ള ആളുകൾ ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടി, ഈ പ്രദേശത്ത് നാം ഒരുമിച്ച് കൂടിയ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഹി ഇറങ്ങിയ അനുഗ്രഹീതമായ പ്രദേശമാണ്. ഈ പ്രദേശത്ത് നാം അല്ലാഹു തആലയുടെ ദീനിലേക്കുള്ളതായ പ്രബോധനവുമായി സഹകരിച്ചുകൊണ്ട് അതിൽ പങ്കാളികളായിക്കൊണ്ടാണ് നാം ഒരുമിച്ച് കൂടിയത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സ്തുതി അർപ്പിക്കുന്നു. ഇതേപോലെയുള്ളതായ ഒരു ലിഖാ നടക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചതിൽ അല്ലാഹു തആലയ്ക്ക് സ്തുതി അർപ്പിക്കുന്നു. അല്ലാഹു തആലയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി നമുക്ക് നടത്താൻ അവസരം ലഭിച്ചത് ഈ ഫറായ് തന്നീമിലെ ഈ ബ്രാഞ്ചിൽ, തൗഹീദുൽ ജാലിയാത്തിന്റെ ബ്രാഞ്ചാകുന്ന ഈ ഫറായിൽ വെച്ചാണ് നമുക്ക് അതിനുള്ള അവസരം നൽകിയത്. ഈ സ്ഥലത്ത് വെച്ച് ഈ രീതിയിൽ ഇത്തരം ഒരു മഹത്തായ രീതിയിൽ അത് നടത്താൻ സൗകര്യം നൽകിയ പടച്ചതമ്പുരാന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സംരംഭം, ഈ ജാലിയാത്തിന്റെ സംരംഭം നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി വളരെയധികം സഹായിച്ച വ്യക്തിയായിരുന്നു ഖാദിമുൽ ഹറമൈനി മലിക് ഫഹദ് അവറുകൾ. അദ്ദേഹത്തിന് നാം വളരെയധികം നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിരവധി സഹായങ്ങൾ, നിരവധി നിർദ്ദേശങ്ങൾ ഈ രംഗത്തുണ്ടായിരുന്നു. മത പ്രബോധന രംഗങ്ങളിൽ നിരവധി ഉപദേശങ്ങളും സഹായങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവിടുന്ന് പുറപ്പെട്ട ദീനിനു വേണ്ടി പുറപ്പെട്ട വ്യക്തികൾ ഏറ്റവും ശ്രേഷ്ഠ ജനങ്ങളാണ്. അതിലേറ്റവും ഒന്നാം സ്ഥാനത്തുള്ളതാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ രാജ്യത്ത് നിന്ന് പുറപ്പെട്ട ദീനിന്റെ പേരിൽ പുറപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുറപ്പെടുവിക്കാൻ ഭാഗ്യം ലഭിച്ച, അതിന് അവസരം ലഭ്യമായ സ്ഥലമാവുന്നു ഈ പ്രദേശം. അങ്ങനെയുള്ള അതേപോലെ തന്നെ മറ്റ് പല സഹാബത്തും ഇവിടുന്ന് ദീനിന് വേണ്ടി പ്രയത്നിച്ചു.